ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെക്കാനിക് വർക്ക്ഷോപ്പിലെ ഫിറ്റിംഗ് എന്ന സെക്ഷനിലാണ്. ഫിറ്റിംഗ് സെക്ഷനിൽ നമ്മൾ വർക്ക് എന്ന് പറയാൻ റോ മെറ്റീരിയലായ അയൺ ഉപയോഗിച്ച് നമ്മൾ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള കമ്പോണൻറ്റിനെ ഉണ്ടാക്കിയെടുക്കാം. ആ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മെഷീനാകാം, മെഷീൻ്റെ പാർട്ടാകാം, ചെറിയ പീസാകാം, വലിയ പീസാകാം, എന്ത് വേണമെങ്കിലും ആകാം. അത് നമ്മൾ റിക്വയർമെൻറ്റ്സ് വരുന്നത് മെറ്റീരിയൽ, സൈസ്, ഷേപ്പ്, റിക്വയർഡ് ഫിനിഷിങ് ഇവയൊക്കെയാണ്. അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസാണ് ഇതൊക്കെ. ആ ടൂൾസിൽ പ്രധാനമായിട്ടും മെഷറിംഗ് ടൂൾസ് വരുന്നുണ്ട്, കട്ടിംഗ് ടൂൾസ് വരുന്നുണ്ട്, ഹോൾഡിംഗ് ടൂൾസ്, സ്ട്രൈക്കിംഗ് ടൂൾസ്, മിസ്ലേനിയസ് ടൂൾസായ സ്പാനർ, പ്ലയർ, അങ്ങനെ പല ടൂൾസ് ഉപയോഗിക്കുന്നു. അതിൽ ആദ്യത്തേത് നമുക്ക് ചെയ്യേണ്ടത് മെഷറിംഗ് ടൂൾസ് നോക്കാം. മെഷറിംഗ് ടൂൾസിൻ്റെ ഏറ്റവും ബേസിക്കാണ് സ്റ്റീൽ റൂൾ എന്ന് പറയും. ഇത് പല ലെങ്തിൽ നമ്മളുടെ ഉപയോഗം അനുസരിച്ച് അവൈലബിൾ ആണ്. ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.5 മില്ലിമീറ്ററാണ്. പിന്നെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് ഇത് വെർനിയർ കാലിപ്പർ എന്ന് പറയും. ഇതിൻ്റെ ആക്യുറസി 0.02 മില്ലിമീറ്ററാണ്. ഇത് ഉപയോഗിച്ച് എല്ലാ വർക്കുകളും ചെയ്യാം. ഔട്ട്സൈഡ് ഡയമെൻഷൻ എടുക്കാം, ഇൻസൈഡ് ഡയമെൻഷൻ എടുക്കാം, ഡെപ്ത് എടുക്കാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. ഇനി ഇതിലും കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മറ്റൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോമീറ്റർ അല്ലെ സ്ക്രൂ ഗേജ് എന്ന് പറയും. ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട് 0.01 മില്ലിമീറ്റർ. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 mm ആണ്. അതായത് ഇതിൽ ഇപ്പോൾ 0 മുതൽ 25 mm വരെ ഉള്ളതെടുക്കുന്നു. ഈ 25 to 50 അടുത്ത റേഞ്ചിലുള്ളതാണ്. അങ്ങനെ 25ൻ്റെ ഡിഫറൻസിൽ കിട്ടുന്നതാണ് ഇതിൻ്റെ ഇത്. പിന്നെയുള്ളത് കട്ടിംഗ് ടൂൾസ് പ്രധാനമായിട്ടും 3 എണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാക്സോ ബ്ലേഡ്, ഇതാണ് ഹാക്സോ ബ്ലേഡ്. ഇത് ബ്ലേഡിനെ ഉറപ്പിച്ച് നിർത്താൻ ഫ്രെയിം, ഹാക്സോ ബ്ലേഡ് വിത്ത് ഫ്രെയിം. പിന്നെയുള്ളത് ഫയൽസ്, പല ടൈപ്പ് ഫയൽസ് ഉണ്ട്. പിന്നെ ഉള്ളത് ചിസൽ. ഈ 3 പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾസ്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹാക്സോ ബ്ലേഡാണ്. ഇതുപയോഗിച്ച് നമ്മൾ വലിയ പീസിൽ നിന്ന് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വർക്ക് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ തരികളായിട്ട് നമുക്ക് മെറ്റലിനെ റിമൂവ് ചെയ്യണം. അതിനുപയോഗിക്കുന്നതാണ് ഫയൽസ്. ഇത് പല ഷേപ്പിലും പല സൈസിലും ഉള്ളതുണ്ട്. അതായത് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലെങ്ത് അനുസരിച്ചുണ്ട്, ഇതിൻ്റെ ടീത്തിൻ്റെ കട്ട് അനുസരിച്ചുണ്ട്, പിന്നെ ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് സെക്ഷൻ, പിന്നെ ഗ്രേഡ്. അത് ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് മുതൽ ഉള്ള ഫയലുകൾ അവൈലബിൾ ആണ്. ഇത് പിന്നെയുള്ളത് കട്ട്, അതായത് ഇതിലെ ടീത്തുകളുടെ അറേഞ്ച്മെൻറ്റ്. ഇത് ഒരു നിര ടീത്തുകളേ ഉള്ളൂ. ഇനി അതിന് സിംഗിൾ കട്ട് ഫയൽ എന്ന് പറയും. പിന്നെ അടുത്തത് ഈ ഒരു കട്ടിന് പുറമെ തിരിച്ചിങ്ങനെ ഒരു ആംഗിളിൽ അതിന് ഡബിൾ കട്ട് ഫയൽ എന്ന് പറയും. അങ്ങനെയാണ് കട്ട്. പിന്നെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചിൽ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററിൽ ഉള്ള ടീത്തുകളുടെ എണ്ണത്തെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് വലിയ ടീത്തുള്ള ഫയലുകളാകുമ്പം എണ്ണം കുറവായിരിക്കും, ചെറിയ ടീത്തുള്ള ഫയലാകുമ്പം അതിൽ ടീത്തുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതായത് റഫ് ഫയല്, ബാസ്റ്റർ ഫയല്, സെക്കൻഡ് കട്ട് ഫയല്, പിന്നെ സ്മൂത്ത് ഫയൽ, ഡെഡ് സ്മൂത്ത് ഫയൽ. അങ്ങനെയാണ് അതിൻ്റെ ഗ്രേഡ് വരുന്നത്. പിന്നെയുള്ളത് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഷേപ്പ് അനുസരിച്ച്. അതായത് ഈ ഫയലിനെ കുറുകെ മുറിച്ചാൽ ഏത് ഷേപ്പ് കിട്ടുമോ അതനുസരിച്ച്. ഇതിനെ കുറുകെ മുറിച്ചാൽ റെക്റ്റാങ്കുലർ ഷേപ്പാണ് കിട്ടുന്നത്. അതിന് ഫ്ലാറ്റ് ഫയൽ എന്ന് പറയും. അത് പിന്നെ ഇതാണെങ്കിൽ ട്രയാങ്കുലർ ഫയലാണ്. ഇത് സ്ക്വയർ ഷേപ്പാണ്, സ്ക്വയർ ഫയൽ. ഇത് ഹാഫ് റൗണ്ട് ഫയൽ, ഇത് റൗണ്ട് ഫയൽ. പിന്നെ ലെങ്ത് അനുസരിച്ചുള്ളത്. ഇപ്പം ഇത് 10 ഇഞ്ച് ഫ്ലാറ്റ് ഫയലാണ്, അതിൻ്റെ തന്നെ 8 ഇഞ്ച് ഫ്ലാറ്റ് ഫയൽ. ലെങ്തിൻ്റെ വ്യത്യാസം. അതുപോലെ ട്രയാങ്കുലർ ഫയൽ ആണെങ്കിൽ ഇത് 8 ഇഞ്ച്, ഇത് 4 ഇഞ്ച്. അങ്ങനെ എല്ലാ ഫയലുകളും ഈ 4 ഇഞ്ച് മുതലുള്ള ഫയലുകൾ അവൈലബിൾ ആണ്. പിന്നെയുള്ള ചിസലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർക്കിൽ നിന്ന് മെറ്റലിനെ ലെയറായിട്ട് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതായത് അത് മുറിക്കാനാകാം, എന്തിനു വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഹാക്സോ ബ്ലേഡ് അവൈലബിൾ അല്ലാത്തടത്ത് ഒരു ചിസലും ഒരു ഹാമറും ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റലിനെ കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതിനുപയോഗിക്കുന്നതാണ് ചിസൽ. പിന്നെയുള്ള ഒരു കട്ടിംഗ് ടൂളാണ് ഡ്രിൽ ബിറ്റ്സിൻ്റെ ഉപയോഗം റൗണ്ട് ഹോള് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു.
ഇതൊരു ഡ്രില്ലിംഗ് മെഷീൻ്റെ സഹായത്താൽ നമുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഡ്രിൽ ബിറ്റ്. പിന്നെ ഇതിന് 2 ടൈപ്പ് ഉണ്ട്. അതായത് 1 മില്ലിമീറ്റർ മുതൽ 13 മില്ലിമീറ്റർ വരെ ഇതിൻ്റെ ഷാങ്കിൻ്റെ ഷേപ്പ്. ഇത് പാരൽ ഷാങ്ക് ഡ്രില്ലാണ്. ഇതിൻ്റെ ഷേപ്പാണ്. ഇതാണ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിലിൽ പിടിപ്പിക്കുന്നത്. അതായത് ആദ്യം 13.5 മുതലുള്ളത് ഇങ്ങനെ ടേപ്പർ ഷാങ്ക് ഡ്രില്ലേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതും വേറൊരു സ്പിൻഡിലിനായിട്ട് ഒരു സ്ലീവിൻ്റെ സഹായത്താൽ നേരിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അത് വർക്ക് ചെയ്യുമ്പം കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് മാർക്കിംഗ് ടൂൾസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് സ്ക്രൈബർ എന്ന് പറയും. നമ്മൾ പേപ്പറിൽ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുന്ന പോലെ മെറ്റലിൻ്റെ സർഫസിൽ മാർക്കിന് ഉപയോഗിക്കുന്നതാണ് സ്ക്രൈബർ. നമുക്ക് ഏത് ഡയമെൻഷൻ വേണം മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റുകളെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ ഇതൊരു ഡോട്ട് പഞ്ച് എന്ന് പറയും. നമ്മൾ മെറ്റലിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വർക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ മാഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് മാഞ്ഞു പോകാതെ നമുക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റായ ലൈനെ കൂടെ ഹാമറിൻ്റെ സഹായത്താൽ ഈ പഞ്ച് വെച്ച് ഡോട്ട് ഇടുന്നു. അത് ഇങ്ങനെ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പം ആ മെറ്റലിലോട്ട് ഈ പോയിൻ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മാർക്കിങ് പോകത്തില്ല. പിന്നെ ഉപയോഗിക്കുന്നതാണ് ട്രൈ സ്ക്വയർ. ഇതൊരു ചെക്കിംഗ് ഇൻസ്ട്രുമെൻ്റാണ്. 90 ഡിഗ്രി മാർക്ക് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ബ്ലേഡും സ്റ്റോക്കും തമ്മിൽ ഫിക്സഡാണ്. അപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇവിടെ ഉപയോഗിച്ച ഔട്ടർ ആംഗിളും ഇതിൻ്റെ പുറം ഉപയോഗിച്ച് ഇന്നർ ആംഗിളും ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇനി ഇതിൻ്റെ എല്ലാ സൈഡുകളും 90 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇത് ബ്ലേഡും ഇത് സ്റ്റോക്കും. ഇതും പല അളവിൽ കിട്ടും. പിന്നെ നമുക്ക് മെഷറിങ്ങിന് ഉപയോഗിക്കുന്ന 3 ടൈപ്പ് കാലിപ്പറുകളുണ്ട്. മെഷറിങ് ഉപയോഗിക്കുന്ന 2 കാലിപ്പറാണ്. ഇത് ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് പറയും, ഇത് ഇൻസൈഡ് കാലിപ്പർ. അതിൻ്റെ പേരിൽ തന്നെ എൻ്റെ ഉപയോഗം വ്യക്തമാണ്. ഔട്ട്സൈഡ് കാലിപ്പർ ഉപയോഗിച്ച് ഔട്ടർ ഡയമെൻഷൻ എടുക്കുന്നു, ഇൻസൈഡ് കാലിപ്പർ ഉപയോഗിച്ച് ഇന്നർ ഡയമെൻഷൻസ് എടുക്കുന്നു. പിന്നെ ഒരു കാലിപ്പറുകളുണ്ട്. ഇത് ജെന്നി കാലിപ്പർ എന്ന് പറയും. ഇതിൻ്റെ 3 തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെഷറിംഗ് പോയിൻറ്റുകൾ ഇൻസൈഡ് കാലിപ്പറിൻ്റേത് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നു, ഔട്ട്സൈഡ് കാലിപ്പറിൻ്റേത് അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ഇതിന് ജെന്നി കാലിപ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലെഗ് അകത്തേക്കും ഒരു ലെഗ് സ്ട്രെയിറ്റ് ആയിട്ടും. ഈ ജെന്നി കാലിപ്പറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട് കമ്പോണൻറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ട്രൂ എഡ്ജിൻ്റെ പാരലായിട്ട് മാർക്ക് ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇത് ഈ എഡ്ജിന് പാരലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ ഇവിടെ വരുന്ന ലൈന് ഈ എഡ്ജിന് പാരലായിരിക്കും. അതിന് ഉപയോഗിക്കുന്നത് ജെന്നി കാലിപ്പർ എന്ന് പറയും. പിന്നെ ഒരു മാർക്കിംഗ് ഇൻസ്ട്രുമെൻ്റാണ് ഡിവൈഡർ. അതായത് നമ്മൾ കോമ്പസ് പോലെ തന്നെ സർക്കിള് ആർക്കൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെയുള്ളത് സ്ട്രൈക്കിംഗ് ടൂൾസ്. ടൂളായിട്ട് ഉപയോഗിക്കുന്നത് ഹാമേഴ്സാണ്. നമ്മൾ ഫിറ്റിംഗ് സെഷൻ ഉപയോഗിക്കുന്നത് ഹാൻഡ് ഹാമേഴ്സാണ്. ഹാൻഡ് ഹാമേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ പീനിൻ്റെ ഷേപ്പ് അനുസരിച്ച് അതിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ ഇത് പീന്, ഇത് ഫേസ്, ഇത് ഹാൻഡിൽ. ഇത്രയാണ് ഇതിൻ്റെ പാർട്സ്. ഈ പീനിൻ്റെ ഷേപ്പ് അനുസരിച്ച് 3 ടൈപ്പ് ഉണ്ട്. ഇത് ഇവിടെ ഉരുണ്ടിരിക്കുന്ന കാരണം ഇതിന് ബോൾ പീൻ ഹാമർ എന്ന് പറയും. പിന്നെയുള്ളത് സ്ട്രെയിറ്റ് പീൻ ഹാമർ. ഈ ഷേപ്പിൽ ഈ ഹാൻഡിലിന് സ്ട്രെയിറ്റ് ആയിട്ടാണ് അതുകൊണ്ട് സ്ട്രെയിറ്റ് പീൻ ഹാമർ എന്ന് പറയുന്നു. ഇത് എക്രോസ് ആയിട്ടാണ് ഹാൻഡിലിന്, അപ്പോൾ അതിന് ക്രോസ് പീൻ ഹാമർ എന്ന് പറയുന്നു. പിന്നെയുള്ളത് നമ്മൾ കാർപ്പൻറ്ററിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ക്ലോ ഹാമർ എന്ന് പറയും. ആണി പറിക്കാനും അതുപോലെയുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇനി ഇതെല്ലാം പല വെയിറ്റ് അവൈലബിൾ ആണ്. ഈ പഞ്ചിങ് പോലെയുള്ളതിന് ചെറിയ ഹാമർ ഉപയോഗിക്കുന്നു, ചിസലിങ് പോലെയുള്ളതിന് വലിയ ഹാമർ ഉപയോഗിക്കുന്നു. പല വെയിറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെയുള്ളത് ഹോൾഡിംഗ് ടൂൾസാണ്. ഹോൾഡിംഗ് ടൂൾസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതാണ് ബെഞ്ച് വൈസ് എന്ന് പറയും. ഇതിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ ഇത് ബേസ്, ഇത് ഫിക്സഡ് ജോ, ഇത് മൂവബിൾ ജോ, ഇതിനുള്ളിലൂടെ ഒരു സ്ക്രൂ റോഡും ഉണ്ട്, അതിന് സ്പിൻഡിൽ എന്ന് പറയും. പിന്നെ ഇവിടെ ഒരു നട്ടുണ്ട്, അതിൻ്റെ ബോക്സ് നട്ട് എന്നാണ് പറയുന്നത്. ആ ബോക്സ് നട്ട് അതിൻ്റെ കൂടെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ റൊട്ടേഷൻ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മൂവബിൾ ജോ അടുക്കുകയോ അകലുകയോ ചെയ്യുന്നു. ഈ ഫിക്സഡ് ജോയ്ക്കും മൂവബിൾ ജോയ്ക്കും ഇടയിലാണ് നമ്മൾ വർക്കിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഇങ്ങനെ വർക്കിനെ ഹോൾഡ് ചെയ്യുന്നു. നമുക്ക് ഏത് പൊസിഷൻ വേണേലും നമുക്ക് വർക്കിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഹാമറിങ് ഒഴികെ എല്ലാ വർക്കുകളും ഇതിൽ ചെയ്യാം. കാരണം ഇത് കാർഷികം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഹാമർ ചെയ്താൽ ഇതിൻ്റെ സ്പിൻഡിലോ ജോയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഹാമറിങ് ഒഴികെ എല്ലാ വർക്കുകളും
ഇതിൽ ചെയ്യാം. പിന്നെ ഉള്ളത് കുറച്ച് മിസ്ലേനിയസ് ടൂൾസാണ്. മിസ്ലേനിയസ് ടൂൾസിൽ സ്ക്രൂ ഡ്രൈവർ വരും. സ്ക്രൂ ഡ്രൈവറിൻ്റെ ഉപയോഗം അറിയാമായിരിക്കുമല്ലോ. പിന്നെ സ്പാനേഴ്സ് 3-4 ടൈപ്പ് ഉണ്ട്. ഇത് റിംഗ് സ്പാനർ, ഡബിൾ എൻഡ് സ്പാനർ, ബോക്സ് സ്പാനർ. ഇത് സെറ്റായിട്ടുള്ള ബോക്സ് സ്പാനറാണിത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെയ്യാനുള്ള മോഡൽ. ഇതാണ് നമ്മൾ ചെയ്യാനുള്ള മോഡൽ. ഇത് 2 പീസാണ്. ഒന്ന് എ പീസും ഒന്ന് ബി പീസും. ഈ 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് ഫയൽ ചെയ്ത് കറക്റ്റ് അസംബിൾ ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ഗ്യാപ്പ് ഇല്ലാണ്ട് കാണണം. ഈ വർക്കിൻ്റെ പേര് വി ജോയിൻ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എ പീസും ബി പീസും ചെയ്യാൻ ഇതുപോലെ ഓരോ പീസുകൾ വേണം. ഇതിൻ്റെ സൈസ് 50x30x6 mm 2 പീസ് നീളം, വീതി, കനം. ഇത് ഒരെണ്ണം എ പീസായിട്ടും ഒന്ന് ബി പീസായിട്ടും ചെയ്യാം. ഇതെങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് നമ്മൾ റൈറ്റ് ആംഗിൾ ആക്കണം. അപ്പോൾ ഏത് വർക്ക് ചെയ്താലും ബേസ് സൈഡ് വേണം. അപ്പോൾ അത് നമ്മൾ ഫയൽ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് വൈസിൽ ഉറപ്പിക്കുക. വൈസിൽ വർക്ക് ഉറപ്പിക്കുമ്പം സ്ട്രെയിറ്റായിട്ട് വെർട്ടിക്കലായിട്ടും വേണം ഉറപ്പിക്കാൻ. എന്നിട്ട് നമുക്ക് ഏത് ഫയലാണോ ഉപയോഗിക്കുന്നത് ഫയൽ എടുത്തിട്ട് ഈ ഫയലിൻ്റെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഹാൻഡിലിൽ റൈറ്റ് ഹാൻഡ് ഹോൾഡ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് ഇതിൻ്റെ ടിപ്പിൽ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. എന്നിട്ട് ബോഡി പൊസിഷൻ എപ്പോഴും ഒരു കാല് മുമ്പോട്ട് വെച്ച് ആയിരിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ലോഡ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫോർവേഡ് ആക്ഷനിലാണ് മെറ്റലിനെ കട്ട് ചെയ്യുന്നത്. റിവേഴ്സ് റിട്ടേൺ സ്ട്രോക്കിൽ മെറ്റലിനെ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ മൂവ്മെൻറ്റ് എപ്പോഴും പാരലായിരിക്കണം. അതുപോലെ ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് വന്നാൽ ആ എഡ്ജ് മാത്രം താന്നു പോകും. ഇങ്ങനെ ചെയ്യുക. ഇനി ഫയലിംഗ് തന്നെ 3 ടൈപ്പുണ്ട്. സ്ട്രെയിറ്റ് ഫയലിംഗ്, ക്രോസ് ഫയലിംഗ്, ഡ്രോ ഫയലിംഗ്. സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് സ്ട്രെയിറ്റ് ഫയലിംഗ് ആയിരിക്കും. അത് സ്ട്രെയിറ്റ് ആയിട്ട് സർഫസിന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഫയൽ നേരെ പിടിച്ചുകൊണ്ട് ചെയ്യുക. ഇനി ക്രോസ് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ ഹോൾഡിംഗ് പൊസിഷൻ സെയിം തന്നെയാണ്. ക്രിസ് ക്രോസ് ആയിട്ട് സർഫസിന് ക്രിസ് ക്രോസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അതുപോലെ തിരിച്ചാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക ആണ് ക്രോസ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ മെറ്റലിനെ റിമൂവ് ചെയ്യാൻ ലാർജ് സർഫസിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനിയുള്ള ഡ്രോ ഫയലിംഗ് ആണ്. ഡ്രോ ഫയലിങ്ങിന് നമ്മൾ ഹാൻഡിൽ ഉപയോഗിക്കുന്നില്ല, ഫയലിൻ്റെ ഹാൻഡിൽ ഉപയോഗിക്കുന്നില്ല. ഫയലിൻ്റെ ബോഡിയിൽ തന്നെയാണ് 2 കൈയും പിടിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യുക. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ആ ഇതിപ്പം സൈഡിലോട്ട് ചെരിയാനുള്ള സാധ്യത കൂടുതലാണുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്യാവുള്ളൂ. അതുപോലെ കറക്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഏത് ടൈപ്പ് ഫയലിംഗ് ആണോ വേണ്ടതനുസരിച്ച് ചെയ്യുക. എന്നിട്ട് ഇത് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് എടുത്തിട്ട് ഇതിൻ്റെ ആദ്യം ചെയ്ത സൈഡ് ഫ്ലാറ്റ് ആണോ എന്ന് നോക്കുക. ഇങ്ങനെ നോക്കിയാൽ അറിയാം. അപ്പോൾ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഫ്ലാറ്റായി. ഇനി ചെയ്യേണ്ടത് ഈ ബേസ് സൈഡിന് അഡ്ജസ്റ്റൻറ്റ് സൈഡ് റൈറ്റ് ആംഗിൾ ആക്കുക. ഇതോ ഏതെങ്കിലും ഒരു സൈഡ് റൈറ്റ് ആംഗിൾ ആക്കുക. അങ്ങനെ വൈസിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക. മുമ്പേ ചെയ്തതുപോലെ ഫയൽ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം റൈറ്റ് ആംഗിൾ ആയോ എന്ന്. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ട്രൈ സ്ക്വയറിൻ്റെ സ്റ്റോക്കിൽ ആദ്യത്തെ ചെയ്ത സൈഡ് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇതിപ്പം ഗ്യാപ്പില്ല. അപ്പോൾ റൈറ്റ് ആംഗിളായിട്ടുണ്ട്. ഇനിയിപ്പം ഈ 2 സൈഡ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർക്കിൻ്റെ ബാക്കി മാർക്കിങ് നടത്തുന്നത്. ഇനി മാർക്കിങ് നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ സർഫസിൽ നമ്മൾ സ്ക്രൈബർ ഉപയോഗിച്ച് മാർക്ക് ചെയ്താൽ ഒന്നും കാണത്തില്ല. അതിന് നമ്മൾ ഈ സർഫസിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അതിന് മാർക്ക് മീഡിയ അപ്ലൈ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സർഫസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചാൽ എടുത്ത് കാണാം ഇത്. അങ്ങനെ മാർക്ക് ചെയ്യുക. ചോക്ക് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ മാർക്ക് മീഡിയ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡയമെൻഷൻസ് ഏതൊക്കെയാണോ
അത് സ്റ്റീൽ റോളിൽ നിന്ന് എടുത്ത് ആദ്യത്തെ 10 ഇങ്ങനെ സ്കെയിലും സ്ക്രൈബറും ഉപയോഗിച്ചും ചെയ്യാം. കൂടാതെ നമ്മൾ കുറേ ഹൈ ആക്യുറസി ചെയ്യണമെങ്കിൽ നമുക്ക് വെർനിയർ ഹൈറ്റ് ഗേജ്, സർഫസ് ഗേജൊക്കെ മുതലായി ഉപയോഗിച്ച് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സർഫസ് ഗേജ് എന്ന് പറയും, അല്ലെ മാർക്കിംഗ് ബ്ലോക്ക് എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണ്ട ഹൈറ്റ് ഈ സ്ക്രൈബർ പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വർക്ക് പീസിലേക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് സർഫസ് പ്ലേറ്റ് വേണം. അതായത് നമ്മളുടെ വർക്കിന് ട്രൂ സർഫസ് വേണം. വർക്കിനും നമ്മളെ ഇൻസ്ട്രുമെൻ്റ് വയ്ക്കാനും എപ്പോഴും ട്രൂ സർഫസ് വേണം. അതാണ് സർഫസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ സർഫസ്. ഹൈ ആക്യുറസിയിൽ ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുഴിയോ ഒരു പാടോ ഒന്നും കാണത്തില്ല. ഹൈ ആക്യുറസി ആയിരിക്കും. അതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അത് 0 ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ഈ സർഫസ് ഗേജ് ആണെങ്കിൽ ഇതും സർഫസ് ഗേജ് ആയപ്പോൾ ഇതിൻ്റെ ബേസ് 0 ആണ്. ഈ ഹൈറ്റാണ് നമ്മൾ സ്റ്റീൽ റൂളിൽ എടുക്കുന്നത്. അതിന് വർക്കിനെയും സ്റ്റീൽ റൂളിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആംഗിൾ പ്ലേറ്റ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. ഇതിൻ്റെ എല്ലാ എഡ്ജുകളും 90 ഡിഗ്രി ആയിരിക്കും. അത് ഏത് പൊസിഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ചോ, എല്ലാ എഡ്ജുകളും കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് സ്റ്റീൽ റൂള് ഈ ആംഗിൾ പ്ലേറ്റിനോട് ചേർത്ത് സർഫസ് ഗേജിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏകദേശം ഹൈറ്റ് ഏത് വേണോ അതനുസരിച്ച് ഈ സ്ക്രൈബർ പോയിൻ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഏത് ഡയമെൻഷനാണോ വേണ്ടത് ആ ഡയമെൻഷനിലോട്ട് സ്ക്രൈബർ പോയിൻറ്റിനെ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തോ സ്ക്രൂ ലൂസ് ചെയ്തോ വളരെ ഹൈ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ മാർക്ക് മീഡിയ അപ്ലൈ ചെയ്ത ആ വർക്ക് പീസ് എടുത്ത് വെച്ചിട്ട് അതിപ്പോൾ ഇത് ആംഗിൾ പ്ലേറ്റിനോട് ചേർന്നിരിക്കണം. എന്നിട്ട് ഈ സ്ക്രൈബർ പോയിൻ്റ് ഉപയോഗിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ഡയമെൻഷന് ഏതാണോ അത് എടുക്കുക. എന്നിട്ട് അതും മാർക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത സർഫസും വെച്ചുകൊണ്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് മാർക്കിങ് നടക്കുന്നത്. സർഫസ് ഗേജ് ഉപയോഗിച്ച് മാർക്കിങ് ചെയ്യുന്നത്. ഇനിയിപ്പം കുറേ കൂടെ അക്യുറേറ്റ് ആയിട്ട്, അതായത് 0 to ആക്യുറസിയിൽ മാർക്ക് ചെയ്യേണ്ടപ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെർനിയർ ഹൈറ്റ് ഗേജ് എന്ന് പറയും. അതായത് വെർനിയർ കാലിപ്പറിൻ്റെ ആക്യുറസിയിൽ. അപ്പോൾ ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ബേസ്, ഇത് മെയിൻ സ്കെയില്, ഇത് വെർനിയർ സ്കെയില്, ഇത് ഓക്സിലറി ഹെഡ് എന്ന് പറയും. ഈ മൊത്തത്തിലുള്ളതിന് ഈ മൂവ് ചെയ്യുന്ന പാർട്ടുകളെല്ലാം കൂടെ ഓക്സിലറി ഹെഡ് എന്ന് പറയും. ഇതാണ് സ്ക്രൈബർ. ഇത് ഫൈൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഈ സ്ക്രൂ ആണ് ഫൈൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് മാഗ്നിഫൈങ് ഗ്ലാസ്. അപ്പോൾ നമുക്ക് ഏത് ഡയമെൻഷനിലാണോ വേണ്ടത് അതിൽ ഈ വെർനിയർ സ്കെയിലിലെ 0 കൊണ്ട് വയ്ക്കുക. ഫൈൻ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉപയോഗിച്ച് വളരെ കറക്റ്റാക്കാം. ഈ വെർനിയർ സ്കെയിലിലെ 2 0യും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഷാർപ്പ് സ്ക്രൈബർ ആയത് കാരണം അതിൽ മാർക്ക് മീഡിയ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഇതിൽ പാട് വീഴും. അപ്പോൾ ഇതാണ് ആദ്യത്തെ മാർക്കിങ്. ഇനി അടുത്ത സൈഡ് വെച്ചുകൊണ്ട് ഏക ഡയമെൻഷനാണ് വേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് മാർക്ക് ചെയ്യും. ഇപ്പോൾ ഇത് സ്ക്രൈബറിൻ്റെ പോയിൻ്റ് കറക്റ്റായിട്ട് നല്ല ഷാർപ്പായത് കാരണം അതിൽ പാട് മെറ്റലിലോട്ട് ചെന്ന് പാട് വീണിട്ടുണ്ട്. അപ്പോൾ ഇത് മായ്ച്ചാൽ പോകത്തില്ല. മറ്റേ സർഫസ് ഗേജ് ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ ചോക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ മാർക്ക് മീഡിയ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ സ്ക്രൈബർ പോയിൻ്റ് അത്രേ വരത്തുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ഉപകരണമാണ് വി ബ്ലോക്ക് എന്ന് പറയും. അത് വി ബ്ലോക്ക് വിത്ത് യു ക്ലാമ്പ് എന്നാണ് പറയുന്നത്. ഇതാണ് വി ബ്ലോക്ക്, ഇത് അതിൻ്റെ യു ക്ലാമ്പ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു റൗണ്ട് കമ്പോണൻറ്റിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആ റൗണ്ട് കമ്പോണൻറ്റ് മാർക്ക് ചെയ്യാനോ വേണ്ടി ആ റൗണ്ട് കമ്പോണൻറ്റിനെ ഹോൾഡ് ചെയ്യുക, അതിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ യു ക്ലാമ്പ് ഉപയോഗിക്കുക.
അപ്പോൾ നമുക്ക് റൗണ്ട് കമ്പോണൻ്റ് ഇവിടെ വയ്ക്കുക. ഏത് പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം, അങ്ങോട്ടോ അങ്ങനെയാണെങ്കിലും. എന്നിട്ട് ഇത് യു ക്ലാമ്പ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുക. അപ്പോൾ ഇത് മാറത്തില്ല. എന്നിട്ട് പിന്നെ ഹൈ ആക്യുറസി ആകുമ്പം വരുന്നൊരു ഹൈറ്റ് വെച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്യാനാണെങ്കിൽ ഈ സൈസ് നമ്മൾ നോട്ട് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ നമുക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആ ഡയമീറ്ററിൻ്റെ പകുതി കുറച്ചിട്ട് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അതാണ് സെൻറ്റർ കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ ഉപയോഗമാണ് വി ബ്ലോക്ക് വിത്ത് യു ക്ലാമ്പിൻ്റെ ഉപയോഗം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അത് പിന്നെ ചെയ്യേണ്ടത് ഈ മാർക്കിങ് മാഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ പഞ്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ ടൂൾസിൻ്റെ കാര്യം പറയാം, ഇപ്പം ഡോട്ട് പഞ്ചിൻ്റെ കാര്യം പറയില്ലേ, അപ്പോൾ അത് ഉപയോഗിച്ച് പഞ്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പഞ്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കിനി പഞ്ച് ചെയ്യാം. പഞ്ച് ചെയ്യാണ്ട് നമുക്ക് ഇതാണ് കറക്റ്റ് നമുക്ക് വേണ്ട ലൈന്. നമുക്ക് പഞ്ച് പോയിൻ്റ് വെച്ചിട്ട് ഹാമർ ഉപയോഗിച്ച് അതിൻ്റെ ഹെഡിൽ ഒന്ന് അടിക്കുക. അടുത്തത് ചേർത്ത് സ്ട്രെയിറ്റായിട്ട് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ഇങ്ങനെ പഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കിത് മായ്ച്ച് കളഞ്ഞാലും ഈ പഞ്ച് മാർക്ക് അവിടെ കിടന്നോളും. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് പഞ്ച് മാർക്ക് കിട്ടും. ആ ഷേപ്പിൽ ഇത് ഓരോ പോയിൻ്റായിട്ട് കിട്ടും. ഏത് ഷേപ്പിലാണ് വേണ്ട ഷേപ്പിൽ പഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ മാർക്കിങ് കഴിയും. ഇനി വേണ്ടത് നമ്മൾ ഈ വി ഷേപ്പിലുള്ള പ്രൊജക്ഷനും ഒരു ഗ്രൂവാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്ക് വേണ്ട ഷേപ്പാണിത്. ഇത് എ പീസും ഇത് ബി പീസുമാണ്. ഇത് ബി പീസുമാണ്. ഇപ്പോൾ എ പീസിന് വേണ്ടത് നമുക്ക് വേണ്ടത് ഈ പ്രൊജക്ഷനാണ്. അപ്പോൾ ആ ഷേപ്പിൽ നമ്മൾ വർക്ക് പീസിൽ ഇതുപോലെ പഞ്ച് ചെയ്യുക. ഈ ഷേപ്പിൽ ഇങ്ങനെ പഞ്ച് ചെയ്യുക. അത് എന്നിട്ട് ഇത് ഹാക്സ് ചെയ്ത് മെറ്റലിനെ റിമൂവ് ചെയ്ത് ഫയൽ ചെയ്ത് ഈ ഷേപ്പിലാക്കുക. ഇനി ബി പീസ് ആണെങ്കിൽ ഈ ഷേപ്പിൽ പഞ്ച് ചെയ്യുക. എന്നിട്ട് ഹാക്സ് ചെയ്ത് കട്ട് ചെയ്ത് ഫയൽ ചെയ്ത് റെഡിയാക്കാനായിട്ട് അസംബിൾ ചെയ്യുക. ഇനിയിപ്പോൾ ഹാക്സ് ചെയ്യുന്നതും ഫയൽ ചെയ്തതിന് ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എവിടെയാണോ പീസ് കട്ട് ചെയ്യേണ്ടത് അവിടെ ആ ലൈന് നമുക്ക് കട്ട് ചെയ്യേണ്ട ലൈൻ വെർട്ടിക്കലായിട്ട് വരുന്ന രീതിയിൽ വൈസിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഹാക്സോ ഫ്രെയിം ബ്ലേഡ് എടുത്തിട്ട് ഹാക്സോ ബ്ലേഡ് പിടിക്കുന്നത് റൈറ്റ് ഹാൻഡിൽ ചുറ്റി പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക, ഈ ഹാൻഡിൻ്റെ അറ്റത്ത് പിടിക്കുക. എന്നിട്ട് പുറകോട്ട് വലിച്ചായിരിക്കണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർവേഡ് സ്ട്രോക്കിൽ മെറ്റലിനെ കട്ട് ചെയ്യുന്നു. ഇതിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും പാരലായിരിക്കണം, സ്ട്രെയിറ്റും ആയിരിക്കണം. ഇല്ലെങ്കിൽ ബ്ലേഡ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒട്ടും ഓവർലോഡ് കൊടുക്കണ്ട. ഓവർലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ജാമായിട്ട് ബ്ലേഡ് ഒടിയത്തുള്ളൂ. അതുകൊണ്ട് ഈ സ്പീഡിൽ ചെയ്താൽ മതി. നമുക്ക് എവിടെയാണ് കട്ട് ചെയ്യേണ്ട അവിടെ ഇന്ന് കട്ട് ചെയ്ത് ഇറങ്ങുക. ഈ സൈഡ് കട്ട് ചെയ്തു. ഇനിയിപ്പം കട്ട് ചെയ്തത് എങ്ങനെ കട്ടിങ് നിർത്തുമ്പം ഈ ഫോർവേഡ് ആക്ഷനിൽ ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇത് ഹാക്സോ ഫ്രെയിം ഒരിടത്ത് ഉടക്കത്തില്ല, ഫ്രീ ആയിട്ട് എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ അടുത്തത് നമുക്ക് ചെരിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. വി ഷേപ്പിലാണ്. കാരണം ഇത് ആ ലൈന് വെർട്ടിക്കലായിട്ട് വരുന്ന രീതിയിൽ ഉറപ്പിച്ചിട്ട് പുറകോട്ട് വലിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ആ ഒരു സൈഡ് കട്ട് ചെയ്തു. ഇനി അടുത്ത സൈഡ് കട്ട് ചെയ്യാണ്ടും അതുപോലെ തന്നെ
ഇത് നമുക്ക് വേണ്ട ഷേപ്പായി. അപ്പോൾ ഇത് എ പീസിൻ്റെ ആണ്, വി പ്രൊജക്ഷനാണ് നമുക്ക് വേണ്ടത്. ഇനി ബി പീസ് ആകുമ്പം അതിൻ്റെ വി ഗ്രൂവ് ആണ് വേണ്ടത്. ഇനി ഇത് രണ്ടും കൂടെ ഫയൽ ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ അസംബിൾ ചെയ്യാം. അപ്പം ചേർന്നിരിക്കണം, ഒട്ടും ഗ്യാപ്പില്ലാണ്ട്. ഇപ്പോൾ നമ്മളിത് ഫയൽ ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അതിന് ആദ്യം വയസ്സിൽ ഹോൾഡ് ചെയ്യാം, ഏത് പൊസിഷൻ വേണോ അതനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ഏത് ഫയൽ ഉപയോഗിച്ചാണോ ചെയ്യേണ്ടത് അത് ഏത് ഫയലാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചെറിയ സർഫസ് ആയാലും ചെറിയ ഫയൽ മതി. അത് ഇങ്ങനെ എന്നിട്ട് അതുപോലെ അതിൻ്റെ എല്ലാ സർഫസും ഫയൽ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ചെയ്യുമ്പം സ്റ്റിൽ റൂൾ കൊണ്ട് അതിൻ്റെ ഡയമെൻഷനൊക്കെ നോക്കണം. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് ഉണ്ടോ, ഓരോ സ്റ്റെപ്പിൻ്റെ ലെങ്ത് ഉണ്ടോ, അതെല്ലാം കറക്റ്റാണോ നോക്കുക. എന്നിട്ട് കറക്റ്റ് ആക്കിയതിന് ശേഷം ഇതിപ്പം എ പീസാണ്. പിന്നെ ഈ ബി പീസ് എടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഹാക്സോ ചെയ്ത് ഉണ്ടാക്കി. ഇപ്പോൾ അത് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യണം. അതിന് വയസ്സിൽ ഉറപ്പിച്ചിട്ട് ഏത് ഫയലാണോ ഉപയോഗിക്കുന്നത്, ഇതിപ്പോൾ ട്രയാങ്കുലർ ഫയലാണെങ്കിൽ ഇപ്പോൾ ഗ്രൂവ് ആയാലും എളുപ്പമുണ്ട്, കുറച്ചുകൂടെ എല്ലാ സർഫസിലും നമുക്ക് കിട്ടും. ഈ സൈഡ് ഫയൽ റെഡിയാക്കി. ആ സൈഡും റെഡിയാക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക, ഷീൽഡുകൊണ്ട് ചെക്ക് ചെയ്യുക. നല്ല ആക്യുറസി കൂടുതലുള്ളതാണെങ്കിൽ വെർനിയർ കാലിപ്പറോ അത് എന്താണെന്നുള്ള മെഷീൻ ടൂൾ ഏതാണെന്നുള്ളത് എടുത്തോണം. ഇതിപ്പം നോക്കുക, ഈ ഹൈറ്റ് ഉണ്ട്, ഇത് പോയിൻ്റ് നമുക്കറിയാം. അപ്പോൾ എന്നിട്ട് ഇത് സ്ട്രെയിറ്റും ആണെങ്കിൽ അത് ശരിയായിരിക്കും, ആ ഡയമെൻഷനിൽ ശരിയായിരിക്കും. എന്നിട്ട് ഈ എ പീസും ബി പീസും എടുത്തിട്ട് പിന്നെ അസംബിൾ ചെയ്യാം. അപ്പോൾ ഇത് നല്ല ചേർന്ന് ഒട്ടും ഗ്യാപ്പില്ലാണ്ട് വരണം. അതാണ് നമ്മളുടെ വർക്ക്. ഇനിയിപ്പം ഇത് ഒരു വർക്കാണ്, ഒരു ടൈപ്പ് വർക്ക്. ഇനിയിപ്പോൾ ഇത് മറ്റൊരു ടൈപ്പാണ്. ഇതൊരു നമുക്ക് സ്റ്റെപ്പ് പോലെ ഷേപ്പിലുണ്ടാക്കണം. ഫയൽ ചെയ്ത് ഉണ്ടാക്കണം, മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക, എന്നിട്ട് ഫയൽ ചെയ്ത് എല്ലാ ഡയമെൻഷനും കറക്റ്റാക്കി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനിയിപ്പോൾ ഒരു എൽ ഫിറ്റിങ്, 2 L ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ആദ്യം എൽ ഷേപ്പിലുണ്ടാക്കുക. എന്നിട്ട് അതിൽ ഫിനിഷിങ് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കും. എൽ ഫിറ്റിംഗ് എന്നാണ് പറയുന്നത്. 2 L ഫിറ്റ് ചെയ്തിരിക്കുന്നു. അത് ഓരോ ജോയിൻറ്റിനൊക്കെ വരുന്നതാണ് ഇതൊക്കെ ഓരോന്നിലും. ഇനി ഇത് T ജോയിൻ്റാണ്. ഒരു ലെഗ് പ്രൊജക്ഷനും അടുത്ത പീസിൽ അതിന് പറ്റിയ ഗ്രൂവും. അപ്പോൾ ഇത് രണ്ടും കൂടെ അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഒട്ടും ഗ്യാപ്പില്ലാണ്ടോ. കറക്റ്റായിട്ട് നോക്കിയാൽ ഒട്ടും ഗ്യാപ്പില്ല, കറക്റ്റ് ഫിറ്റാണ്. ഇത്രയൊക്കെയാണ്. ഇതുപോലെയുള്ള ഏത് വർക്ക് നമുക്ക് മെറ്റീരിയൽ ചെയ്യാവുന്നത് ആണ് നമ്മുടെ വർക്ക്. ഫിറ്റിങ്ങിൽ ഇന്ന വർക്കൊന്നുമില്ല, ഏത് വർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ഒരു മെഷീനായിരിക്കാം, അല്ലെങ്കിൽ മെഷീൻ്റെ തേഞ്ഞു പോയ പാർട്ടായിരിക്കാം, അല്ലെങ്കിൽ പൊട്ടിപ്പോയ പാർട്ടായിരിക്കാം, മേറ്റിംഗ് പാർട്ടായിരിക്കാം, ചെറിയ പീസായിരിക്കാം, വലിയ പീസായിരിക്കാം, ഹൈ ആക്യുറസി ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ആക്യുറസി വേണ്ട ഷേപ്പ് മാത്രം മതിയായിരിക്കാം. അതുപോലെ ഏത് വർക്ക് നമുക്ക് ഫിറ്റിംഗ് സെക്ഷനിൽ ചെയ്യാം. MS ഉപയോഗിച്ച് ചെയ്യുന്ന ഏത് വർക്കുകളും ചെയ്യാം. അതാണ് നമ്മളുടെ സെക്ഷൻ്റെ പ്രത്യേകത. താങ്ക് യു.